ആദ്യം തന്നെ നമ്മൾ അതിർത്തിയിലെ സംഘർഷ വാർത്തകളിലേക്ക് തന്നെയാണ് കിടക്കുന്നത്. ജമ്മു കാശ്മീരിലെ ജയിലുകൾക്ക് നേരെ ഭീകരാക്രമണ സാധ്യതയെന്ന് രഹസ്യാന്വേഷണ ഏജൻസികളുടെ മുന്നറിയിപ്പ്. ഇതേ തുടർന്ന് ശ്രീനഗർ സെൻട്രൽ ജയിലിലും ജമ്മു ജയിലിലും സുരക്ഷ ശക്തമാക്കി. സിന്ധു നദീജല കരാറിൽ കൂടുതൽ നടപടികളിലേക്ക് കടക്കാനാണ് ഇന്ത്യയുടെ തുടർ നീക്കങ്ങൾ. ചെനാബ് നദിക്ക് കുറുകെയുള്ള ബഗ്ലിഹാർ ഡാമിന്റെ ജലമൊഴുക്ക് പൂർണ്ണമായി തടയാനാണ് തീരുമാനം. സാഹചര്യം പരിശോധിക്കാൻ എഞ്ചിനീയർമാർ കശ്മീരിലേക്ക് തിരിക്കും. അതിനിടെ പ്രശ്നപരിഹാരത്തിന് റഷ്യയുടെ പിന്തുണ തേടുകയാണ് പാകിസ്ഥാൻ. താഷ്കന്റ് കരാറിന് സമാനമായ ഇടപെടൽ വേണമെന്നാണ് റഷ്യയിലെ പാകിസ്ഥാൻ അംബാസിഡർ ആവശ്യപ്പെട്ടത്. ഇതിനിടെ അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ ലംഘനം തുടരുകയാണ് പാകിസ്ഥാൻ. സംഘർഷം ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതി ചർച്ച ചെയ്യും. രാകേഷ് ചേരുന്നു. രാകേഷ്, അതിർത്തിയിലെ സംഘർഷ സാഹചര്യങ്ങൾക്ക് ഒട്ടും അയവ് വന്നിട്ടില്ല. ഇതിനിടയിൽ ഇന്ത്യയുടെ പുതിയ നീക്കം, വെള്ളമൊഴുക്ക് തടയാനുള്ള പുതിയ നീക്കങ്ങൾ ഉണ്ടാവുന്നു. ഒപ്പം പാകിസ്ഥാൻ കൂടുതൽ ലോകരാജ്യങ്ങളുടെ സഹായം തേടാനുള്ള ശ്രമം കൂടി ഉണ്ടാവുന്നുണ്ടോ? എന്താണ് സംഭവിക്കുന്നത്? സജിത്ത്, ഏതായാലും ഇന്ത്യ കടുത്ത നടപടികൾ തുടരുകയാണ്. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ നയതന്ത്ര തലത്തിലുള്ള ഇടപെടലാണ്, നീക്കമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് നടന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു സിന്ധു നദീജല കരാർ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി. അതിന്റെ തുടർ നീക്കങ്ങളാണ് ഇന്ത്യ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം 3 നദികളിലെ ജലമാണ് പ്രധാനമായും പാകിസ്ഥാനിലേക്ക് ഈ കരാർ പ്രകാരം ലഭിക്കുന്നത്. ഒന്ന് സിന്ധു, 2 ചെനാബ്, മറ്റൊന്ന് ഝലം നദി. ഈ 3 നദികളുടെ ഒഴുക്ക് കുറയ്ക്കാനുള്ള നടപടികൾ തുടങ്ങിയിരുന്നു. അതിൽ തന്നെ ചെനാബ് നദിക്ക് കുറുകെയാണ് ജമ്മു കശ്മീരിലെ ബഗ്ലിഹർ അണക്കെട്ട്. അതിന്റെ ഷട്ടറുകൾ താഴ്ത്തിക്കൊണ്ട് വെള്ളത്തിന്റെ ഒഴുക്ക് കഴിഞ്ഞ ദിവസം തന്നെ കുറച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ പൂർണ്ണമായി ആ ഷട്ടറുകൾ അടയ്ക്കാനുള്ള തീരുമാനത്തിലേക്കാണ് ഇന്ത്യ എത്തുന്നത്. കാരണം ആ വെള്ളം ഇന്ത്യയിൽ തന്നെ ഉപയോഗിക്കാനുള്ള പദ്ധതി ആവിഷ്കരിക്കാനാണ് ഇപ്പോൾ സർക്കാരിന്റെ നീക്കം. ഏതായാലും 50 എഞ്ചിനീയർമാരടങ്ങുന്ന സംഘം ജമ്മു കാശ്മീർ സന്ദർശിക്കും. ഇതിന്റെ സാഹചര്യങ്ങൾ പരിശോധിക്കും എന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. മറ്റൊന്ന്, ജലം നദിക്ക് കുറുകെയും സമാനമായ രീതിയിൽ അണക്കെട്ടുണ്ട്. അവിടെയും ഇത്തരത്തിൽ വെള്ളം കുറച്ചു കൊണ്ടുവരുന്ന നടപടികളിലേക്ക് ഉടൻ തന്നെ കടക്കും എന്നുകൂടി സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഇതിനുശേഷം ഈ സിന്ധു നദീജല കരാർ സസ്പെൻഡ് ചെയ്തതിനു ശേഷം ഇന്ത്യ പറഞ്ഞ, പ്രത്യേകിച്ച് ജലശക്തി മന്ത്രി തന്നെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഒരു തുള്ളി വെള്ളം പോലും പാകിസ്ഥാന് നൽകില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ നടപടി പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. കാരണം 60-ൽ നിലവിൽ വന്ന ഈ കരാർ ഒരുപക്ഷെ പല യുദ്ധങ്ങൾ, 65-ൽ ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധമുണ്ടായിട്ടുണ്ട്, 71-ൽ ഉണ്ടായിട്ടുണ്ട്, 99-ൽ കാർഗിൽ യുദ്ധമുണ്ടായിട്ടുണ്ട്. പക്ഷേ ആ കാലഘട്ടത്തിലൊന്നും തന്നെ പാലിച്ചു പോന്നിരുന്ന കരാറാണ് ഇപ്പോൾ അതിലൊരു നടപടിയിലേക്ക് ഇന്ത്യ ഇപ്പോൾ പ്രധാനമായും കടക്കുന്നത്. ഏതായാലും പാകിസ്ഥാൻ ആദ്യഘട്ടം മുതൽ ഈ കരാർ റദ്ദാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടായാൽ അത് യുദ്ധമായി കണക്കാക്കുമെന്നടക്കമുള്ള പ്രസ്താവനകൾ പാക് മന്ത്രിമാരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. വെള്ളവും ജലവും രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ല എന്ന പരാമർശം ബെനസീർ ഭൂട്ടോയുടെ ഭാഗത്തുണ്ടായി. അങ്ങനെ പലതരത്തിലുള്ള പ്രകോപനപരമായ പരാമർശങ്ങൾ പാക് നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോഴും അതിലൊന്നും വിട്ടുവീഴ്ചയില്ല എന്ന നിലപാട് തന്നെയാണ് സർക്കാർ ഈ ഘട്ടത്തിൽ നൽകുന്നത്. ഏതായാലും ലോക വേദികളിലടക്കം തന്നെ ഈ വിഷയം ഉന്നയിക്കാനുള്ള നീക്കം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭ രക്ഷാ കൗൺസിലടക്കം ഈ വിഷയം കൊണ്ടുവരിക എന്ന ലക്ഷ്യം പാകിസ്ഥാനുണ്ട്. കൂടുതൽ ലോകരാജ്യങ്ങളുടെ പിന്തുണ കൂടി പാകിസ്ഥാൻ ഈ ഘട്ടത്തിൽ തേടുന്നുണ്ട്. പ്രത്യേകിച്ച് റഷ്യ ആദ്യം മുതലേ ഇന്ത്യക്ക് വലിയ തോതിൽ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നതാണ് ഈ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഇപ്പോൾ റഷ്യയുടെ പിന്തുണ തേടുകയാണ് പാകിസ്ഥാൻ. അതായത് റഷ്യയുടെ മധ്യസ്ഥതയിൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന ആവശ്യമാണ് ഇപ്പോൾ പാകിസ്ഥാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പാക് വിദേശകാര്യമന്ത്രി റഷ്യൻ വിദേശകാര്യമന്ത്രിയുമായി ടെലഫോണിൽ സംസാരിച്ചു. പാക് അംബാസഡറുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. 66-ലെ താഷ്കന്റ് കരാർ പോലെ ഒരു ഇടപെടൽ, മധ്യസ്ഥത, ആ രീതിയിൽ ഒരു മധ്യസ്ഥത വേണം, കരാർ വേണമെന്നൊരു ആവശ്യമൊക്കെ തന്നെയാണ് പാകിസ്ഥാൻ ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നത്. 65-ലെ യുദ്ധത്തിന് ശേഷമാണ് ഇത്തരത്തിൽ താഷ്കന്റ് കരാർ നിലവിൽ വന്നത്. അതിന് മധ്യസ്ഥ വഹിച്ചത് അന്നത്തെ സോവിയറ്റ് യൂണിയനാണ്. ആ രീതിയിൽ ഒരു ഇടപെടൽ റഷ്യയുടെ ഭാഗത്തുനിന്ന് വേണം എന്ന ആവശ്യമാണ് ഇപ്പോൾ പാകിസ്ഥാൻ മുന്നോട്ട് വയ്ക്കുന്നത്. സജിത്ത്, രാകേഷ്, ഒരു കാര്യം കൂടി, ഈ അതിർത്തിയിൽ സൈന്യത്തിന് പൂർണ്ണ നിർദ്ദേശം നൽകി ഏത് സമയവും സാഹചര്യങ്ങൾക്ക് ഒരുങ്ങുക എന്ന നിർദ്ദേശത്തിലേക്ക് ഇന്ത്യ കടന്നു എന്ന് വരുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ തിരിച്ചടിക്കുള്ള സാധ്യത എത്രമാത്രമാണ്? അതിർത്തിയിൽ പ്രത്യേകിച്ച് ബങ്കറുകളും മറ്റും സജ്ജമാക്കിക്കൊണ്ട് ഗ്രാമവാസികൾ ഇതിനകം തന്നെ അത്തരം നീക്കങ്ങളിലേക്ക് കടന്നു. ഒപ്പം സൈന്യവും വെടിക്കോപ്പുകളും മറ്റ് സജ്ജീകരണങ്ങളും അതിർത്തിയിലേക്ക് ഒരുക്കുന്നു എന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും നീക്കങ്ങൾ അതിർത്തി മേഖലകളിൽ നിന്നും ഇന്ത്യയുടെ തിരിച്ചടി സംബന്ധിച്ച സൂചനകൾ വരുന്നുണ്ടോ? സജിത്ത്, ഒരു തിരിച്ചടി ഉറപ്പായും പ്രതീക്ഷിക്കാം. കാരണം രാജ്യത്തിൻ്റെ ഏതാണ്ട് ഒരു പൊതുവികാരം ആ നിലയ്ക്കാണ്. കാരണം
മുൻപ് 2016 ഉറിയിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്, 2019 പുൽവാമയിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ തന്നെ ഇന്ത്യ തിരിച്ചടിച്ചിരുന്നു. അത് പക്ഷേ പെട്ടെന്ന് ആയിരുന്നില്ല, അതെല്ലാം സമയമെടുത്താണ് ആ തിരിച്ചടിയൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. ഉറിയിൽ ഇന്ത്യ തിരിച്ചടിക്കുന്നത് 11 ദിവസത്തിന് ശേഷമാണ്. പുൽവാമയിൽ 2019 സൈനിക വാഹന വ്യൂഹത്തിനെതിരെ ആക്രമണം ഉണ്ടായപ്പോൾ അന്ന് തിരിച്ചടിച്ചത് 12 ദിവസത്തിന് ശേഷമാണ്. ഇപ്പോൾ ഏതാണ്ട് ഇത് 13 ദിവസം പിന്നിട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു തിരിച്ചടി ഉണ്ടാകും, പക്ഷെ അത് എന്ന് മാത്രമേ അറിയാനുള്ളൂ. ഏതായാലും അത്തരത്തിലുള്ള നിർണായകമായ ചർച്ചകളൊക്കെ തന്നെ നടന്നു കഴിഞ്ഞു. 30-ാം തീയതി കരസേനാ മേധാവി പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം, അതായത് ശനിയാഴ്ച, വ്യോമസേനാ മേധാവിയുമായി നാവികസേനാ മേധാവിയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്നലെ വ്യോമസേനാ മേധാവിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അങ്ങനെ സേനാ മേധാവികളുമായുള്ള കൂടിക്കാഴ്ചകൾ കഴിയുകയും അവരുടെ നിലവിലെ അതിർത്തിയിലെ സാഹചര്യമൊക്കെ തന്നെ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ സേനാ വിന്യാസം അടക്കമുള്ള കാര്യങ്ങളും ചർച്ച ചെയ്തിരുന്നു. പക്ഷേ ചില സാഹചര്യം ഒരുക്കേണ്ടതുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ ഏറ്റവും പ്രധാനമാണ് ആര് ആക്രമണം നടത്തണം എന്നുള്ളത് പ്രധാനപ്പെട്ട. ഒരുപക്ഷെ വ്യോമസേനയായിരിക്കാം ആക്രമണം നടത്തുക. പ്രത്യേകിച്ച് ഈ മിന്നലാക്രമണമൊക്കെ നേതൃത്വം വഹിച്ചത് വ്യോമസേനയായിരുന്നു. അതല്ല നാവികസേന ഏതെങ്കിലും തരത്തിൽ ഈ ദൗത്യം ഏറ്റെടുക്കേണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ വിശദമായ ചർച്ചകൾ ഇതിന്റെ ഭാഗമായി തന്നെ നടന്നിട്ടുണ്ട്. മറ്റൊന്ന്, ഇത് എപ്പോൾ തുടങ്ങി എവിടെ അവസാനിക്കണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. ആ ചർച്ചകളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം സ്വാഭാവികമായും ഇന്ത്യ ഒരു ആക്രമണം നടത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് അതിന് മറുപടി ഉണ്ടായേക്കാം. അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ നീക്കം എന്തായിരിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. മറ്റൊന്ന്, അതിർത്തി മേഖല, ഇപ്പോൾ കശ്മീരിൽ ഇപ്പോൾ നിരന്തരം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ടായിട്ടുണ്ട്. അതായത് ജമ്മു മുതൽ കശ്മീർ വരെയുള്ള പല മേഖലകളിലും ഇത്തരത്തിൽ പാകിസ്ഥാൻ ആക്രമണം നടത്തുന്നുണ്ട്. അന്താരാഷ്ട്ര അതിർത്തിയിലടക്കം നടത്തുന്നുണ്ട്. അതിൽ തന്നെ രജൌരി അടക്കമുള്ള മേഖലകൾ, ജമ്മു മേഖലയുടെ ഭാഗമാണ് രജൌരി അടക്കമുള്ള മേഖലകളിൽ ടൗൺഷിപ്പുകളുണ്ട്, പ്രത്യേകിച്ച് ജനവാസ മേഖലയുണ്ട്. അപ്പോൾ ആ ആളുകളൊക്കെ തന്നെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നുണ്ട്. അവിടെ ബങ്കറുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു തിരിച്ചടി അല്ലെങ്കിൽ ആക്രമണം നടത്തുമ്പോൾ അതിന് മുൻപായി മുൻകരുതൽ എടുക്കേണ്ടത്, അതിൻ്റെ ഒരു സാവകാശമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഒരു നീക്കം ഏതായാലും സൈന്യത്തിന്റെ ഭാഗത്തുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. സജിത്ത്. യെസ്, അതാണ് അതിർത്തിയിലെ സാഹചര്യം. എന്തായാലും നിർണായകമായ ഈ സാഹചര്യങ്ങളെ ഇന്ത്യ നേരിടാൻ സജ്ജമാവുകയാണ്. ഒരു സർജിക്കൽ സ്ട്രൈക്കായുള്ള തിരിച്ചടിയാണോ അതല്ലെങ്കിൽ മറ്റു നീക്കങ്ങളാണോ? എന്തായാലും ഈ സാധ്യതകളിലേക്ക് തന്നെയാണ് പോകുന്നത്. തിരിച്ചടിച്ച് എതിരാളികൾക്ക്, ശത്രുക്കൾക്ക് തിരിച്ചടിച്ച പാരമ്പര്യമാണ് ഇന്ത്യക്കുള്ളത്. അത് സ്വാഭാവികമായും അതിർത്തിയിൽ അത്തരം നീക്കങ്ങൾ ഉണ്ടാവുന്നു എന്നതാണ്. ഇതിനിടയിൽ പാകിസ്ഥാന്റെ നയതന്ത്ര നീക്കങ്ങളും സജീവമായി തന്നെ നടക്കുന്നു.